ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ ക്വാണ്ടം ഹീലറുമായിട്ടുള്ള എം ശ്രീനിവാസൻ സാറാണ്. സാർ നമസ്തേ. നമസ്കാരം. സാറ് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് എപ്പിസോഡുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് എന്താണ് ഈ മൊഡാലിറ്റി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നും എനർജി ഹീലിംഗ് എന്ന് പറയുമ്പോൾ റേക്കി, പ്രാണിക് ഹീലിംഗ് ഇത്തരത്തിലുള്ള മൊഡാലിറ്റികളാണ് ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്താണ് ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്നൊരു മെത്തഡോളജി, അല്ലെങ്കിൽ അതെന്താണ് ചെയ്യുന്നത്? ക്വാണ്ടം ഹീലിംഗ് ഒരു എനർജി ഹീലിംഗ് മെത്തേഡായിട്ടാണ് പൊതുവേ ആ ഗ്രൂപ്പിൽ വരുന്നതാണെങ്കിൽ പോലും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഇത് ക്വാണ്ടം സയൻസ് ഉണ്ടല്ലോ, ക്വാണ്ടം ഫിസിക്സ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2025 ഫിസിക്സിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ക്വാണ്ടം ഫിസിക്സിനാണ്. അതിൽ ടണലിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയതിന് 3 സയൻറ്റിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ക്വാണ്ടം സയൻസിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറീസ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഓൾറെഡി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ലോകത്താകമാനം അതിൻ്റെ രീതിയിൽ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അതിനനുസരിച്ചുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്വാണ്ടം ഫിസിക്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് തന്നെ സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമല്ല, ഹീലേഴ്സിനും സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ തന്നെ അതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. എന്നാൽ ആ തിയറി അപ്ലൈ ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയ മേഖലയാണ്. അപ്പോൾ അതിൽ ക്വാണ്ടം ഹീലിംഗ് ആ രീതിയിൽ അതേ തിയറീസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹീലിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ഹീലിംഗ് എന്നുള്ള രീതിയിൽ അത് പല രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ഒരു ആസ്പെക്റ്റാണ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത്. ലക്ഷങ്ങൾ വരെയാണ് ഓരോ ദീക്ഷയ്ക്കും ആളുകൾ വാങ്ങുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ക്വാണ്ടം ഹീലിംഗിൽ എന്താണ്? ഇപ്പോൾ അങ്ങയോട് സംസാരിക്കുന്ന വേളയിൽ അങ്ങ് പറഞ്ഞു ഇതൊരു എനർജി ഹീലിംഗ് മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അങ്ങൊരു സൈക്കോളജിക്കൽ ഹീലറാണ് എന്ന് പറയുന്നൊരു പ്രസ്താവന ഉണ്ടായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന? സൈക്കോളജിയിൽ മാത്രമല്ല, ഇതെല്ലാ കാര്യങ്ങൾക്കും സാധാരണ മറ്റ് എനർജി ഹീലിംഗ് ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്തിലൊക്കെ ക്വാണ്ടം ഹീലിംഗ് പലപ്പോഴും ഈ ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള ഹീലിംഗ് ആയിട്ട് തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പുറത്ത് പല യൂറോപ്യൻ കൺട്രീസിലും ഹോസ്പിറ്റൽസിലടക്കം ഹീലേഴ്സ് വരുന്നുണ്ട്. കാരണം അവർക്കൊരു കുറച്ചുകൂടി ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ തന്നെ ഈ ഹെൽത്തിൻ്റെ കാര്യത്തിൽ, ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. സൈക്കോളജിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച്, ഇതെല്ലാ സൈക്കോളജിസ്റ്റുകളും അനുഭവിക്കുന്നതാണ്, ഈവൻ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അനുഭവിക്കുന്നതാണ്. മെൻ്റൽ ഹെൽത്ത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾക്ക് മിക്കവാറും ഒരു 100% പരിഹാരം കണ്ടെത്താനുള്ള രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. മോഡേൺ സയൻസ് അതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്തിൽ ഇപ്പോഴും വലിയ ചാലഞ്ചസ് ഉണ്ട്. കാരണം മെൻ്റൽ ഹെൽത്തിൽ ഒരു 100% പരിഹാരം പലപ്പോഴും കണ്ടെത്താൻ പറ്റില്ല. മാനേജ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലയ്ക്കുള്ള സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ പാരമ്പര്യത്തിൽ മെൻ്റൽ ഹെൽത്ത് അത്ര വലിയൊരു ഇഷ്യൂ ആയിരുന്നില്ല. ഈ അടുത്ത കാലത്തിലാണല്ലോ ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ട്രഡീഷണലി തന്നെ മെൻ്റൽ ഹെൽത്തിൽ കുറേ തിയറീസ് ആയുർവേദത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിലൊരു ഔഷധ കൂട്ടോ കാര്യങ്ങളൊന്നും അതിൽ ഒരുപാടൊന്നും അതിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവിടെ ഒരു ശൂന്യത മൊത്തത്തിൽ. ഇപ്പോൾ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കണക്ക് പ്രകാരം 100 കോടി ജനങ്ങൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അത് വലിയൊരു സംഖ്യയാണ്. 100 കോടി ജനങ്ങൾ ലോകത്ത് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള അമേരിക്കയിൽ 5-1 അല്ലെങ്കിൽ 4-1 ആൾക്കാർ സൈക്യാട്രിക് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതൊരു വലിയ കണക്കാണ്. അതായത് ഒരു കുടുംബത്തിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന ആൾക്കാരാണ്, മരുന്ന് കഴിക്കുന്നവരാണ്. കാരണം ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, പിന്നെ ആൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ തന്നെ സന്തോഷിക്കാൻ കഴിയുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയൊരു ചാലഞ്ചായിട്ട് വരുന്നത്. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്, ഒരു കുടുംബത്തിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സിനെ ബാധിക്കുന്നുണ്ട്. ഇത് വലിയൊരു വിഷയമാണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ നല്ല ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചു, നിരന്തര സ്ട്രെസ്സിൽ അനുഭവിക്കുന്നത്. സ്ട്രെസ് എന്ന് വെച്ചാൽ 3 ആഴ്ചയിൽ കൂടുതൽ നിരന്തരം സ്ട്രെസ് ഉണ്ടെങ്കിലാണ് നമ്മളതൊരു ക്രോണിക് സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് വേണ്ട സ്ട്രെസ് എന്ന് നമ്മൾ പറയാം. അല്ലാതെ നമുക്ക് സ്ട്രെസ് വന്നും പോയിക്കൊണ്ടിരിക്കും, അതല്ല. അതിന് നമുക്ക് സ്ട്രെസ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു ലൈഫ് മാനേജ്മെൻറ്റ് രീതി മാത്രമാണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇതാണ്, നമുക്കൊരു 3 വീക്സ് 4 വീക്സ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആങ്സൈറ്റിയോ ഡിപ്രഷൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ലൂപ്പിലായി പിന്നെ നമുക്ക് തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ്, ഒരു സപ്പോർട്ട് ഇല്ലാതെ. ആ സപ്പോർട്ട് സിസ്റ്റത്തിലാണ് ഈ ചാലഞ്ചസ് മുഴുവൻ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് സൈക്കോളജിസ്റ്റിനെയാണ്. സൈക്കോളജിസ്റ്റിന് ഒരു മിതമായ രീതിയിലൊക്കെ അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സൈക്കോ തെറാപ്പികൾ അത്രമാത്രം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പ്രാപ്തമൊന്നുമല്ല. ചെറിയ രീതിയിൽ, പ്രത്യേകിച്ച് കപ്പിൾ തെറാപ്പിയിൽ
അതിലൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്നാണ് കഴിക്കേണ്ടത്. മരുന്ന് കഴിക്കാന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണം. അപ്പം മരുന്ന് കഴിക്കുന്നതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് മിക്കവാറും. പക്ഷേ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോയേ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിൽ പോലെയല്ല, വേറെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ബോധം എന്ന് പറയുന്ന ഒരു തിൻ ലെയറാണ്, ഒരു ഫിലിം പോലെയാണ്. വളരെ നേർത്തൊരു ഫിലിം പോലെയുള്ള ഒരു നേർത്ത കോൺഷ്യസ്നസ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഇത് പെട്ടെന്ന് ആടി ഒലഞ്ഞു പോകും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സൈക്കാട്രി മെഡിസിൻ അപ്ലൈ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. കാരണം ആ ലെയർ എന്നെ ബ്രേക്ക് വരാത്ത രീതിയിൽ അതിങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ അത് മോഡേൺ സയൻസിന് അത് വലിയൊരു ചാലഞ്ചാണ്, കാരണം പാളിപ്പോവും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയമാക്കി മാറ്റി. നമുക്ക് പ്രധാനമായിട്ട് 3 സ്ട്രക്ചറാണ് നമ്മുടെ ശരീരത്തിലാണ് സൈക്യാട്രിസ്റ്റുകളും ഡോക്ടർമാരെല്ലാം വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെയുള്ളത് മനസ്സ്, ഉപബോധ മനസ്സ് പറയുന്ന മനസ്സിൻ്റെ തലങ്ങളാണ്. ആ തലങ്ങളിലാണ് സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിനപ്പുറത്ത് എനർജി ബോഡി ഉണ്ട്. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായി എനർജി ബോഡിയിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ എനർജിയിൽ വ്യത്യാസം ഉണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. നമുക്ക് തോന്നാറുണ്ട് എനർജി ഡൗൺ ആണ് തോന്നും. അവിടെ നമ്മൾ യോഗ ട്രഡീഷണൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചക്ര, ഓറ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ പോലും അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എങ്കിൽ പോലും എനർജി ബോഡിയിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യും. ആ എനർജി ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഇതാണ് ക്വാണ്ടം ഹീലിംഗിന്റെ തിയറി. നമ്മുടെ മനസ്സിലും ഉപബോധ മനസ്സിലും അപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ സൈക്കോ തെറാപ്പികൾ തന്നെ നമുക്ക് എനർജി ബോഡിയിൽ അപ്ലൈ ചെയ്യാം. എന്താണ് ലോകത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ക്വാണ്ടം ഫിസിക്സിൽ അത് വൈബ്രേഷൻസ്, എനർജി, കോൺഷ്യസ്നസ്, ഇതെല്ലാം ബോധം, എനർജി, വൈബ്രേഷൻ, ഇതെല്ലാം വേൾഡിന്റെ തന്നെ അടിസ്ഥാനം, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അടിസ്ഥാനം. അപ്പോൾ പിന്നെ നമ്മുടെ ബേസ് ഇത് തന്നെയാണല്ലോ മിക്കവാറും. അപ്പോൾ ഇതിൽ ബോധത്തിൽ ബോധം കൊണ്ട് അല്ലെങ്കിൽ ഇന്റൻഷൻ കൊണ്ട് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ലോ ഓഫ് എൻറ്റാങ്കിൾമെന്റ് എന്നുള്ള തിയറിയൊക്കെ അത് വെച്ചിട്ട് നമുക്ക് ആ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുക, അതിൽ വേണ്ട വ്യതിയാനങ്ങൾ വരുത്താൻ പറ്റും. ഇതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് കുറച്ച് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രാക്ടീസ് വേണം, സ്കില്ല് വേണം. ഇത് സയന്റിഫിക് അപ്രോച്ചാണ്. പഠിച്ചെടുത്തു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ 32 ഇയേഴ്സിൻ്റെ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ഉണ്ട്. അതിൻ്റെ ഒരു സപ്പോർട്ട് എനിക്കിതിൽ വന്നിട്ടുണ്ടാവാം. കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ബോധതലത്തിലേക്കും ഉപബോധ തലത്തിലേക്കും ഒക്കെ ഇറങ്ങി അപ്ലൈ ചെയ്യാനൊക്കെയുള്ള ഒരു സ്കില്ല് നമ്മൾക്ക് ആ രീതിയിൽ ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പ്രാക്ടീസിലൂടെ പറ്റും.